ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി ബി.ജെ.പി. രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. അംഗം നിഷികാന്ത് ദുബെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, സ്പീക്കർക്കെതിരെ സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ ഒരു മോഷൻ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് ബി.ജെ.പി. നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്താണ് ഇന്ന് സഭയിൽ നടന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ജി.കെ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കർക്ക് എതിരെ നടന്ന നീക്കങ്ങൾ, അത് സ്പീക്കർക്ക് എതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് അടക്കമുള്ള നടപടികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഈ ഒരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി. അംഗം നിഷികാന്ത് ദുബെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും അനാവശ്യമായ ആക്ഷേപങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും സഭയിൽ ഉന്നയിക്കുന്നു എന്നുമാണ് നിഷികാന്ത് ദുബെയുടെ ആരോപണം. രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹത്തെ ഇനി തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണം എന്നതടക്കമുള്ള പ്രതികരണമാണ് നിഷികാന്ത് ദുബെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതേസമയം പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ് രാവിലെ മുതൽ. എന്നാൽ ഇപ്പോൾ 12 മണി വരെ പിരിഞ്ഞ സഭ 12 മണിക്ക് ഇപ്പോൾ സമ്മേളിച്ചപ്പോൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച വിഷയങ്ങൾ, അത് ഇന്നത്തെ പൊതുപണിമുടക്ക്, ഇന്ത്യ US വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം നേരത്തെ സഭയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമില്ല. സഭ സാധാരണ നിലയിൽ തന്നെ ലോക്സഭ പ്രവർത്തിക്കുകയാണ്. എന്തായാലും രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ മുൻനിർത്തിയുള്ള പ്രതിഷേധം അത് പാർലമെന്റിലകത്തും പുറത്തും തുടരുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അതിനിടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം ബി.ജെ.പി. MP നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.